കോതിപ്പാലം, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ കോതിപ്പാലം, ചക്കുംകടവ്, പന്ന്യങ്കര ഫ്ലൈ ഓവർ വരെയുള്ള റോഡ്. അത് ഈ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ പെരിങ്ങളം ജംഗ്ഷൻ റോഡ് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ്. അത് നമ്മൾ കണക്ട് ചെയ്യുന്ന റോഡാണ് പെരിങ്ങളം ജംഗ്ഷൻ റോഡ്. മൂഴിക്കൽ കാളാണ്ടിത്താഴം റോഡ് അത് 1 കിലോമീറ്ററിലധികമാണ്, 1.5 കിലോമീറ്ററിലധികമാണ്. നോർത്ത് നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. പനാത്ത് താഴത്തൊരു ഫ്ലൈ ഓവർ, അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു. പനാത്ത് താഴത്തെ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മളെ കനോലി കനാലിൻ്റെ മുകളിലൂടെയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അത് നോർത്ത് മണ്ഡലത്തിലാണ്. 1 കിലോമീറ്ററിൽ നീളമുള്ള, 1 കിലോമീറ്ററിലധികം നീളമുള്ള 1.072 കിലോമീറ്റർ ദൂരവും 18 മീറ്റർ വീതിയുമുള്ളൊരു ഫ്ലൈ ഓവറാണ്. ഒരു ടൂറിസ്റ്റ് ആംഗിളിലാണ്. കനാൽ സിറ്റിയായി നമ്മുടെ കോഴിക്കോട് ഭാവിയിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ പാലം എന്ന് പറഞ്ഞാൽ അത് കനാൽ സിറ്റിയുടെ ഭാഗമായി ആൾ പോകുമ്പോൾ പാലം പേടിക്കാൻ പാടില്ല, ഒരു നല്ല സന്തോഷം തോന്നണം. അപ്പോൾ ആ നിലയിൽ ഒരു ടൂറിസ്റ്റ് ആംഗിളിൽ ആണ് ഈ പാലം നിർമ്മിക്കുക. ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പിന് 21,78,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. ഫ്ലൈ ഓവറിൻ്റെ പ്രവൃത്തിക്ക് 53,69,00,000 രൂപ അടക്കം 75,47,00,000 രൂപയാണ് നിലവിൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ എസ്റ്റിമേറ്റായി കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് പ്രവൃത്തിയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കരിക്കാംകുളം സിവിൽ സ്റ്റേഷൻ കോട്ടൂളി റോഡ് അത് 4 കിലോമീറ്ററാണ്, 4.110 കിലോമീറ്ററാണ്. വീതി 12ആണ്, 12-16 വരും. അതും വളരെ പ്രധാനപ്പെട്ട റോഡാണ് എന്ന് നമുക്കറിയാം. മാങ്കാവ് പൊക്കുന്ന് പന്തീരാങ്കാവ് റോഡ് അതും സൗത്ത് മണ്ഡലത്തിലാണ്, വളരെ പ്രധാനപ്പെട്ട റോഡാണ്. രാമനാട്ടുകര മുതൽ വട്ടക്കിണർ വരെയുള്ള റോഡ് 9 കിലോമീറ്ററിന് 9.360 കിലോമീറ്ററാണ്. 24 മീറ്റർ വീതിയാക്കാൻ വേണ്ടി പോവുകയാണ്. അത് ബേപ്പൂർ സൗത്ത് നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രധാന റോഡ് കല്ലുത്താങ്കടവിൽ നിന്നും മീൻചന്തയിലേക്കുള്ള റോഡാണ്. നമുക്കറിയാലോ, ബേബി മെമ്മോറിയൽ കഴിഞ്ഞ് പുതിയറ കഴിഞ്ഞാണ്ട് പോകുമ്പോൾ കല്ലുത്താങ്കടവ് മുതൽ മീൻചന്ത വരെയുള്ള റോഡ് വളരെ ട്രാഫിക് ബ്ലോക്കാണ്, നിങ്ങൾക്കറിയാലോ. മിംസ് ആശുപത്രിയിലേക്ക് മുന്നിൽ കൂടിയുള്ള റോഡ്. അതെ, അപ്പോൾ അത് വരുമ്പോൾ അതിന് 5.123 കിലോമീറ്ററാണ് വീതി, 18 മീറ്റർ വീതിയാണ്. അതിൻ്റെ ചെലവിൻ്റെ തുക ഞാൻ പറയുന്നില്ല. അതുപോലെ മാനാഞ്ചിറയിൽ നിന്നും പാവങ്ങാടേക്കുള്ള റോഡ്, ഇതിൻ്റെ നേരെ അപ്പുറത്ത് ക്രിസ്ത്യൻ കോളേജിന് മറ്റു വശം കണ്ണൂർ റോഡ്, മാനാഞ്ചിറ മുതൽ പാവങ്ങാട് റോഡ് വരെ നമ്മുടെ ക്രിസ്ത്യൻ കോളേജിന് ആ വെസ്റ്റ് കൂടി നടക്കാവ് മാർക്കറ്റിലൂടെ വെസ്റ്റിൽ പോളിടെക്നിക്കിൻ്റെ മുന്നിലൂടെയുള്ള റോഡ് അത് 7 കിലോമീറ്ററാണ്. അതും വലിയ ഗതാഗതക്കുരുക്ക് പ്രശ്നം നേരിടുന്ന റോഡാണ്. പന്ന്യങ്കരയിൽ നിന്നും പന്തീരാങ്കാവിലേക്കുള്ള റോഡ്, പന്ന്യങ്കര പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ വന്ന് തിരിഞ്ഞ് മീൻചന്തയിലൂടെ അരീക്കാടിലൂടെ നല്ലളത്തിലൂടെ പന്തീരാങ്കാവ് എത്തുന്ന റോഡ്. ഇങ്ങനെ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളൊക്കെ തന്നെ നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതൊരു സർവകാല റെക്കോർഡ് നീക്കമാണ്. ഇതിനൊക്കെ ഫണ്ട് അനുവദിച്ചു. ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. കോഴിക്കോടിനെ ഒരു പുതിയ കോഴിക്കോട്, കാലിക്കറ്റ് ഒരു ന്യൂ കാലിക്കറ്റ് ആക്കുമെന്ന് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ഒരു പദ്ധതി. ഒന്നും ഇനി മുടക്കാൻ പറ്റും. ഈ പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാവും. കോഴിക്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന പദ്ധതികളാണ്. ഇതിനൊക്കെ ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. അപ്പം ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ റോഡ് തന്നെ എടുത്ത് പരിശോധിച്ചാൽ തുടർച്ചയായ ഇടപെടൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തൊഴിലാളികളും എല്ലാവരും തുടർച്ചയായി ഇടപെട്ടപ്പോൾ നമ്മൾ ബിഫോർ ടൈമിൽ ഇത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. മാർച്ച് മാസം പറഞ്ഞു, മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കണമെന്ന് കരുതിയ റോഡിലെ നമ്മൾ ബിഫോർ ടൈമിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞാലുള്ള കലക്ടറേറ്റിലെ യോഗത്തിൽ അത് വിലയിരുത്തും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. സാധാരണ നമ്മളൊരു പണി എടുത്തു കഴിഞ്ഞാൽ ടൈം ലൈൻ തീരുമാനിച്ചാൽ ടൈം ലൈൻ കഴിഞ്ഞു പോവുകയാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പിറകിൽ നിന്നാണ് ടൈം ലൈൻ തീരുമാനിച്ചത്. ഒരു ജനുവരി മുതൽക്ക് പിറകിലേക്ക് എന്നുള്ള നിലയിലാണ് ടൈം നിശ്ചയിച്ചത്. അപ്പോൾ അത് പ്രകാരം കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് പുതുവത്സര സമ്മാനമായി നമുക്ക് ഈ റോഡ് നൽകാനാവും. നിങ്ങളെല്ലാവരും മുഖത്ത് സന്തോഷം ഞാൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാരണം പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരും. ഇനി കോഴിക്കോട് ആ പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. ഓഫീസ് തന്നെ ഇരുന്നാൽ മതി, പെട്ടെന്ന് പോയാൽ വേഗത്തിൽ എത്താൻ പറ്റുന്ന സ്ഥിതി വരും. അപ്പോൾ നിങ്ങളെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണുന്നുണ്ട്.
അപ്പോൾ സിഗ്നൽ ലൈറ്റ് ഒഴിവാക്കി കൊടുക്കണം. അവസാനം ആരെങ്കിലും അതെ ആരെങ്കിലും വണ്ടി തട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഇതിലൊക്കെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്.